എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് MD സ്ഥാനം രാജിവെച്ചത് അനി അറിയുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ പോയ ആവശ്യങ്ങൾ പൂർത്തിയാക്കാതെ തന്നെ അനി തിരിച്ചു വരിക. അപ്പോൾ അനി ആരോടും പറയാതെയാണ് വന്നത്. പെട്ടെന്ന് കയറി വരുന്നത് കാണുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ട്. ജയൻ ചോദിക്കുന്നുണ്ട്, നീ നാളെയേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നത്, ഇന്നെന്താ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം എൻ്റെ ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചോ, എന്നിട്ട് നിങ്ങളെന്താ അത് എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് ആകെ വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ എന്തിനാ അങ്ങനെ MD സ്ഥാനം രാജിവെച്ചത്? ഇങ്ങനെ വിജയപരാജയങ്ങളെല്ലാം ബിസിനസ്സിലുണ്ടാകുന്നതല്ലേ. ഇത്രയും നാളും ആദർശേട്ടൻ കമ്പനി മുകളിലേക്കല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. ഒരു തവണ ഒരു വീഴ്ച പറ്റുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അജയൻ ചോദിക്കും, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത് എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, ഞാനും മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരു അംഗമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളാരും പറഞ്ഞില്ലേ പോലും എന്നെ അറിയിക്കാൻ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ആദർശേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. MD സ്ഥാനം രാജിവെച്ച ആൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. ആദർശേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. ഇവരാരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, മോനെ നീ നിൻ്റെ മുത്തശ്ശനെ കണ്ടായിരുന്നോ എന്ന്. അന്നേരം ഞാൻ ആരെയും കണ്ടൊന്നുമില്ല, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ മുത്തശ്ശനെ ഒന്ന് കാണട്ടെ, അതുപോലെ ആദർശേട്ടനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴേക്കും ജലജയും കൊണ്ടുവരും. എന്നിട്ട് ജലജ ഇങ്ങനെ സംശയത്തോടെ, ആദർശം ഇവിടുന്ന് പോയ കാര്യം അവൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ എന്ന് ചോദിക്കുക. അന്നേരം ദേവയാനിക്ക് മൊത്തത്തിൽ ദേഷ്യമാണ്. അതുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൻ്റെ സംസാരം കേട്ടിട്ട് നിനക്ക് ഏതാണ്ട് മനസ്സിലായല്ലോ, അതെന്താ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല സംസാരം കേട്ടിട്ട് അവൻ അറിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയും. അന്നേരം ദേവയാനി പറയും, എങ്കിലൊരു കാര്യം ചെയ്യുക, നീ ഇവിടെ നടന്നതെല്ലാം ഒന്നുകൂടെ ഡോസ് കൂട്ടി അവനോട് പോയി പറഞ്ഞു കൊടുക്കുക, അതാണല്ലോ നിൻ്റെ പണി എന്ന് പറയുന്നുണ്ട്. ഏതായാലും അനി മുകളിലേക്ക് കയറി ചെല്ലുന്നു. അന്നേരം ആദ്യമേ കാണുന്നത് ജാനകിയാണ്. ജാനകിക്ക് ഭയങ്കര സന്തോഷം. അന്നേരം മോനെ നീ വന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ സ്വീകരണം. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് ഇന്നും ഇല്ലാത്തതുപോലെ ഇന്ന് ഭയങ്കര സന്തോഷം, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നീ ഇങ്ങ് വന്നല്ലോ എന്നോർത്താ എന്ന് പറയും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി ആദർശേട്ടൻ രാജിവെച്ചു എന്നൊക്കെ അറിഞ്ഞു. ഇനി ആ സ്ഥാനത്തേക്ക് മുത്തശ്ശൻ ആരെയാണ് കണ്ടുവച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുക, ഏതായാലും ആ സ്ഥാനത്തേക്ക് ഇരുത്താനുള്ള ആളെ മുത്തശ്ശൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഏതായാലും നിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ല്, അന്നേരം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവുക. അന്നേരവും എനിക്ക് ചെറിയ സംശയമുണ്ട് ജാനകിയുടെ ഈ സന്തോഷം ഇതൊക്കെ കാണുമ്പോഴേ. അനി അങ്ങ് പോയി കഴിയുന്നെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ജാനകി. ഇനി തൊട്ട് MDയുടെ അമ്മയാണല്ലോ, അതിൻ്റെ ഒരു പവർ കാണിക്കണമല്ലോ. ആ ഒരു സന്തോഷം ജാനകിയുടെ മുഖത്തുണ്ട്. ഏതായാലും ഭയങ്കര സങ്കടത്തോടെ തന്നെ അനി മുത്തശ്ശൻ്റെ മുന്നിലേക്ക് എത്തുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മുത്തശ്ശ ആദർശേനെ കൊണ്ട് രാജിവെപ്പിച്ചത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ മുംബൈയിലേക്ക് പോയത് എന്തിനാണ് എന്നറിയാമായിരുന്നല്ലോ നിനക്ക്. അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായിട്ട് അവൻ അങ്ങോട്ട് പോയിട്ടും എന്താ സംഭവിച്ചതെന്നും അറിയാലോ. അങ്ങനെയുള്ളവൻ ഇനി MD സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് പറയും. അന്നേരം ദേഷ്യത്തോടെ അനി ചോദിക്കുന്നുണ്ട്, പിന്നെ ആരെയാ അവിടെ ഇരുത്താൻ മുത്തശ്ശൻ ഉദ്ദേശിച്ചേക്കുന്നത്, ബിസിനസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, നീ എന്താ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വന്നതാണോ? ഏതായാലും അതൊന്നും നടക്കുകയില്ല. MD സ്ഥാനത്ത് നിന്ന് നിൻ്റെ ചേട്ടൻ ഇറങ്ങിപ്പോയി. ആ സ്ഥാനത്തേക്ക് ഇനി ഞാൻ നിശ്ചയിച്ചേക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ട് നീ ഇനി MD സ്ഥാനത്ത് ഇരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഉള്ളവർക്കും എല്ലാവർക്കും ഇനി തൊട്ട് നീയാണ് MD എന്നുള്ള കാര്യം അറിയാമെന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അവിടെ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ള ആളൊന്നുമല്ല. എന്തെങ്കിലും നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ്റെ സഹായവും കൂടി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് MD സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഞാനാ തീരുമാനിക്കുന്നത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ഇനി നിൻ്റെ ജോലി എന്ന് പറയുന്നുണ്ട്. അന്നേരം കുറേ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനി. അന്നേരം അതൊരു വേറൊരു വഴക്കിലോട്ടൊന്നും പോകണ്ട എന്ന് കരുതി മുത്തശ്ശി പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ മുത്തശ്ശൻ തീരുമാനങ്ങളെടുത്തു, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മുഷിയാൻ നിൽക്കണ്ട മോനെ, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നീ ചെല്ല് എന്ന് പറഞ്ഞാൽ അനി അവിടെ നിന്ന് പറഞ്ഞു വിടുക. അനി ഇങ്ങ് പോന്നു കഴിയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാം, പക്ഷേ മുന്നിൽ വന്ന് നിന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം അവർ സങ്കടം പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തിരി വിഷമമാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ വിഷമം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ആദർശ് ഇപ്പം അവിടുന്ന് മാറി നിൽക്കുവാണ്. ആ സമയത്ത് അനി MD സ്ഥാനത്ത് ഇരിക്കണം. അവൻ ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കാരണം ആദർശ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് പല ഉദ്ദേശങ്ങളും മനസ്സിൽ വെച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ പൊരുതി നേടും. നമ്മുടെ മൂർത്തി ജ്വല്ലറിയെ ഒന്നാം സ്ഥാനത്തേക്ക് അവൻ എത്തിക്കും. അതോടൊപ്പം നമ്മുടെ ശത്രുവിനെ അവൻ കണ്ടെത്തുകയും ചെയ്യും. അതെല്ലാം ശരിയാക്കി അവൻ തിരിച്ചിങ്ങോട്ട് വന്ന് കയറുമ്പം അവനായിരിക്കും MD സ്ഥാനത്തിരിക്കുന്നത്. ആ സമയത്തും അവനൊരാവശ്യം വന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ ഇവൻ
പ്രാപ്തനായിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാം ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ സമയത്തുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ, അതിനെ മുന്നോട്ട് നയിച്ചേ പറ്റുള്ളൂ. ആദർശ് തിരിച്ചു വരുന്നത് വരെ ഈ അഭിനയം തുടരണം, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ കൂടെ നിൽക്കാം, എന്നാലും പിള്ളേരെ വിഷമം കാണുമ്പോൾ കുറച്ച് സങ്കടം ഉണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അനി ഏതായാലും ഇനി ഇവിടെ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകും, അവിടെ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറയും അനി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ പോയി വിളിച്ചാലൊന്നും ആദർശ് തിരിച്ചു വരാൻ പോകുന്നില്ല. അവൻ ആത്മാഭിമാനമുള്ള എൻ്റെ കൊച്ചുമകനാണ്. അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിൽ വിചാരിച്ചതെല്ലാം സാധിച്ചതിന് ശേഷമേ തിരിച്ചു കയറി വരുള്ളൂ, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനി ഈ പറഞ്ഞ പോലെ തന്നെ ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുന്നതേ സങ്കടം പറിച്ചില്ല. എന്തിനാ ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചത്, അതുപോലെ വീട് വിട്ട് ഇറങ്ങി പോരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ കൂടെ തിരിച്ച് വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട് നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നോക്കുകയൊന്നും വേണ്ട, എന്നെ ആ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിട്ടതൊന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോന്നതാണ്. ഇനിയിപ്പം ഞാൻ ഒഴിച്ചിട്ട് ആ MD കസേരയിൽ ഇരിക്കേണ്ടത് നീയാണ്, നീ അവിടെ ഇരിക്കണം എന്നിങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ ആ കമ്പനിയെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഏട്ടൻ എന്നെ സഹായിക്കാനുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഏട്ടനില്ലാതെ ആ കമ്പനിയെ നയിക്കാനുള്ള കഴിവ് എനിക്കില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ MD സ്ഥാനത്ത് നിന്ന് ഇറങ്ങി, ഇനി നീ ആ സ്ഥാനം ഏറ്റെടുത്തില്ല എങ്കിൽ അവിടെ വന്നിരിക്കുന്നത് വേറൊരാളായിരിക്കും. അങ്ങനെ മൂർത്തി ജ്വല്ലറിയിൽ അനന്തപുരിക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിരിക്കുന്നത് MD സ്ഥാനത്ത് വന്നിരിക്കുന്നത് ശരിയാകിയില്ല, അതുകൊണ്ട് നീ തന്നെ അവിടെ ഇരിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ അനി പറയുന്നുണ്ട് ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ ഓരോ തീരുമാനങ്ങളുള്ളതുപോലെ എനിക്കും ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം, അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കത്തില്ല, ആദർശേട്ടൻ അങ്ങോട്ട് തിരിച്ചു വന്നേ പറ്റുള്ളൂ എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. പിന്നെ അതിനിടയ്ക്ക് നയനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അനിയുടെ മുത്തശ്ശൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇനി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ശത്രുവിനെ കണ്ടെത്തുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ ചെയ്യണം, അവിടെ വേറൊരാൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാകാൻ പാടില്ല, അതിന് നീ തന്നെ അവിടെ ഇരിക്കണം എന്നൊക്കെ പറയുവാണേ. എന്താണെന്ന് പറഞ്ഞാലും മാറി മാറി ഉപദേശിക്കുന്നുണ്ട് ആദർശം നയനയും. പക്ഷേ MD സ്ഥാനത്ത് ഇരിക്കാനോ ഇനി കമ്പനിയുടെ തലപ്പത്തിരുന്ന് അതിനെ ഭരിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അന്നേരം നയന ആദർശനോട് വിഷമത്തോട് ചോദിക്കുന്നുണ്ട് ഇനി അവിടെ അവൻ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുമോ എന്ന്. അന്നേരം ആദർശ് പറയും അവൻ വഴക്കുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, മുത്തശ്ശനൊന്ന് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്നോളും, ബാക്കി മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നോളും എന്ന്. ഈ സമയം അനി MD ആകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വേണുവിന് ആകെ വിഷമം. കാരണം മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MDയുടെ ഭാര്യ ആകേണ്ടിയിരുന്ന അനാമിക ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നില്ലേ, അതോർത്തിട്ട് ഭയങ്കര വിഷമം. അതിൻ്റെ കൂടെ ഒന്നുകൂടെ എരിവ് കയറ്റി കൊടുക്കുവാണ് അബി. കഷ്ടമായി പോയല്ലേ എന്ന് ചോദിച്ച്. അന്നേരം വേണു പറയുന്നുണ്ട് അവളോട് ഞാൻ പറഞ്ഞതാ ഒരു മയത്തിലൊക്കെ പിടിച്ചു നിൽക്കണമെന്ന്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം അബി പറയുവാണ് നാണക്കേടൊന്നും വിചാരിക്കേണ്ട, കേസ് പിൻവലിക്കണമെന്നും ഇനിയും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമാണ് അനാമികയ്ക്ക് എന്നും ഒക്കെ പറഞ്ഞ് ഒന്ന് വന്ന് കാല് പിടിച്ചു നോക്കാം അവിടുത്തെ രാജാവിൻ്റെ, ചിലപ്പം കാര്യങ്ങളൊക്കെ നടന്നാലോ എന്നിങ്ങനെ പറയുക. അന്നേരം വേണു പറയും അങ്ങോട്ട് വന്നാൽ ശരിയാകിയല്ല, ചിലപ്പം എൻ്റെ മകളുടെ മുന്നിലിട്ട് എന്നെ തല്ലും, അതാ ഒരു പ്രശ്നം എന്ന് പറയുക. അന്നേരം അഭി പറയുന്നുണ്ട് സാരമില്ല, 2 തല്ല് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അങ്കിളിന് അത് പുത്തിരിയൊന്നുമല്ലല്ലോ, നല്ല ശീലമല്ലേ, 2 തല്ല് കിട്ടിയാലും മകൾക്ക് കിട്ടാൻ പോകുന്നത് മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MDയുടെ ഭാര്യ എന്ന സ്ഥാനമാണ്. ഇനിയിപ്പം ഭാര്യാസ്ഥാനം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും സഹതാപം തോന്നി കുറച്ച് കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ അതും നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട് ശരിയാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന്. എന്നിട്ട് വേണു പറയുന്നുണ്ട് ഡിവോഴ്സ് കേസ് നടക്കുവാണ്, അത് വാദിക്കുന്നത് ആ നവീനെ പോലെ ഒരുത്തനാണ്, അതാ പ്രശ്നം, അവൻ എന്ത് മാർഗത്തിലും ഡിവോഴ്സ് കേസ് വിജയിപ്പിച്ചെടുക്കും, അതുകൊണ്ട് എനിക്ക് ആകെ വിഷമമാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അബി അതിൻ്റെ ഇടയ്ക്ക് പരിഭവം പറയുന്നുണ്ട് അവൻ്റെ കേസ് വന്നപ്പം തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ്. അന്നേരം വേണു പറയും അങ്ങനെ തിരിഞ്ഞു നോക്കാത്തതിന് കാരണം നിൻ്റെ മുത്തശ്ശനൊക്കെ തന്നെയാണ്, കാരണം നീ ജയിലിൽ പോയി കിടന്ന് അഴി എണ്ണുന്നതായിരുന്നു നിങ്ങളുടെ മുത്തശ്ശന് താല്പര്യം, അതുകൊണ്ടാണ് അവൻ ആ കാര്യത്തിൽ ഇടപെടാതിരുന്നത്, പക്ഷെ അവൻ ആൾ പുലിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നവീൻ. ഇതിനിടയ്ക്ക് അഭി ചോദിക്കുന്നുണ്ട് അനാമിക ഇപ്പോൾ വേറെ ഒരുത്തിൻ്റെ പുറകെയാണല്ലോ, അതെന്താന്ന്. അന്നേരം വേണു പറയുന്നുണ്ട് അവൾ ഡിവോഴ്സ് മേടിക്കാൻ മുഖ്യ കാരണം അവനാണ്, ഇപ്പോഴത്തെ പിള്ളേരല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത്തിരി സ്പീഡ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എങ്ങനെയെങ്കിലും ഒന്നുകൂടെ അനാമികയെ അനന്തപുരിയിലേക്ക് തിരിച്ചു കയറ്റാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വേണു പോകുന്നത്. ഈ സമയം അനി നമ്മുടെ നന്ദുവിനെ വന്ന് കാണുന്നുണ്ട്.
കുറേ സങ്കടം പറയുന്നുണ്ട്, എം ഡി സ്ഥാനം ഏറ്റെടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ ഇപ്പോൾ അവിടെ ആദർശേട്ടനില്ല, ആദർശേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയത് പല ലക്ഷ്യങ്ങളും വെച്ചാണ്. ആ ലക്ഷ്യങ്ങളുമായിട്ട് ആദർശേട്ടൻ മുന്നോട്ട് പോകുമ്പം മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് നീ ഉണ്ടാവണം. അവിടെ വേറൊരാൾ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല. നീ അവിടെ ഇരുന്ന് കാര്യങ്ങൾക്ക് കോട്ടം തട്ടാതെ അതിനെ മുന്നോട്ട് നയിക്കുമ്പോൾ ആദർശേട്ടനൊരു ബലമില്ലേ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആദർശേട്ടനോട് ചോദിക്കാമല്ലോ. അതുകൊണ്ട് നീ അവിടെ ഉണ്ടാവണം, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കും കേട്ടോ. അന്നേരവും കുറേ ഒഴിവുകേടൊക്കെ പറയുന്നുണ്ട്, പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞ് നന്ദു അനിയെ കൊണ്ട് ഏകദേശം ഒന്ന് സമ്മതിപ്പിക്കുന്ന അവസ്ഥയിലെത്തിക്കും. അത് കഴിയുമ്പം എനിക്ക് ശരിയടി എന്ന് പറഞ്ഞ് പോവാണ്. അന്നേരം അതിനിടയ്ക്ക് അനി പറയുന്നുണ്ട്, എനിക്ക് ആകെ വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എം ഡി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്കാം, നിന്നെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റില്ല എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എങ്ങനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും എന്നിൽ നിന്ന് പോകത്തൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിൽ പോലും പരസ്പരം സ്നേഹിക്കുന്നവരായി നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എൻ്റെ മനസ്സിലേക്ക് വേറെ ആരും വന്ന് കയറാൻ പോകുന്നില്ല, എൻ്റെ മനസ്സിന് മാറ്റവും സംഭവിക്കില്ല. എന്നും എൻ്റെ മനസ്സിൽ നീ മാത്രമേ കാണുകയുള്ളൂ. നിനക്കും അങ്ങനെയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എം ഡി സ്ഥാനം വേണ്ടാന്ന് വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുവാണ് അനിയെ. ഏകദേശം ഒന്ന് സമ്മതിച്ച രീതിയിലായിട്ടോ അനി. എന്തായാലും അനി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്ന നന്ദുവിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.